ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെഷീനിൽ ഒരു ചെറിയ കംപ്ലൈൻറ്റ് ഡിറ്റക്ട് ആയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആക്സിസിൻ്റെ മൂവ്മെൻറ്റ്സിൽ ഒരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. നമുക്കിവിടെ എക്സ് ആക്സിസ് ഓക്കെയാണ്, ഇസഡ് ആക്സിസിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്കിവിടെ എക്സിൽ ഇപ്പോൾ മൂവ്മെൻറ്റ് ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിവിടെ ഡിസ്പ്ലേയും കാണാൻ പറ്റും, എക്സ് മൂവ് ചെയ്യുന്നുണ്ട്. ഇനി ഇസഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇസഡിൻ്റെ മൂവ്മെൻറ്റ് കിട്ടില്ല, പക്ഷേ റീഡിങ് നടക്കുന്നതായിട്ട് കാണാനും സാധിക്കും. സോ ഇത് നമുക്ക് ചെക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് ആദ്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ബെൽറ്റ് ഡ്രൈവ് ഉണ്ട്, അതായത് നമ്മളുടെ ആക്സിസിലേക്കുള്ള മൂവ്മെൻറ്റ് കൊടുക്കുന്ന ബെൽറ്റ് ഡ്രൈവിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യണം. അതായത് നമുക്കിവിടെ ഡ്രൈവ് വരുന്നത് അല്ലെങ്കിൽ ആ മോട്ടർ വരുന്നത് ഇവിടെയാണ് ഈ ഇസഡ് ആക്സിസിൻ്റെ. അപ്പോൾ ഈ ഒരു ബോക്സ് നമുക്ക് അയച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും നമ്മളുടെ ബെൽറ്റ് പൊട്ടുമോ അല്ലെങ്കിൽ അത് ലൂസ് ആവുമോ വല്ലതും ചെയ്തിട്ടുണ്ടോ, സ്ലിപ്പായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ ബോക്സ് ഒന്ന് അഴിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബോക്സ് അയച്ചിട്ടുണ്ട്. ബോക്സിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ മോട്ടറുണ്ട്. മോട്ടറിൽ നിന്ന് വരുന്ന ബെൽറ്റ് കണ്ടോ, നമ്മളവിടെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ബെൽറ്റ് കട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബെൽറ്റ് കട്ടായതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് മൂവ്മെൻറ്റ്, അതായത് നമ്മളിവിടെ റീഡിങ് കൊടുക്കുമ്പോൾ ഇവിടെ റീഡ് ചെയ്യുന്നുണ്ട്, അതായത് നമ്മളുടെ ഇത് മൂവ് ചെയ്യും. ഞാനിപ്പോൾ ജസ്റ്റ് അത് മൂവ് ചെയ്ത് കാണിക്കാം. അപ്പോൾ മൂവ് കൊടുക്കുമ്പോൾ അവിടെ അത് തിരിയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഇത് വെറുതെ ഇവിടെ കറങ്ങുകയുള്ളൂ, നമുക്ക് അതിലേക്കുള്ള ഡ്രൈവ് കിട്ടുന്നില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബെൽറ്റ് വാങ്ങിച്ചിട്ടാൽ മാത്രം പോരാ, നമ്മളിത് കംപ്ലീറ്റ്ലി ഇത് റിമൂവ് ചെയ്യും. ഈ മോട്ടർ ഇവിടെ നമ്മൾ അഴിച്ചു മാറ്റും. എന്നിട്ട് നമുക്കിത് ബെൽറ്റ് കറക്റ്റായിട്ട് അതിനകത്ത് പുള്ളിയിൽ ഇട്ട് കൊടുക്കണം. കൂടെ തന്നെ ഇതിൻ്റെ ഇസഡ് ആക്സിസിലുള്ള പൊസിഷൻസ് എല്ലാം മാറിക്കിടക്കുമായിരിക്കും. അപ്പോൾ അതും നമുക്ക് കറക്റ്റായിട്ട് അലൈൻ ചെയ്യണം. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഇതുപോലെ ഇസഡ് ആക്സിസിലൊക്കെ വന്നു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ്സ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് അതിൻ്റെ മോട്ടറിൽ നിന്നുള്ള ബെൽറ്റിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, നമ്മുടെ മെഷീനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത് റോബർട്ട് സാറിനെയാണ്. HMD നിന്ന് റിട്ടയർ ആയതാണ് സാർ, ഓൾറെഡി ഒരു കമ്പനി കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. അപ്പോൾ അതിൻ്റെ തിരക്കിനിടയിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സാറ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഓടി വന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട്. സോ അതുപോലെ തന്നെ ഇപ്രാവശ്യം ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ സാറിനെ വിളിച്ച് പറഞ്ഞതാണ്. അപ്പോൾ സാറ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞു, പക്ഷേ നമ്മുടെ സമയത്തിൻ്റെ പരിമിതികൾ കാരണം ഞാൻ സാറിനോട് പറഞ്ഞു വന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചതിന് ശേഷം സാറ് വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. സോ നമുക്കിവിടെ ഈ ബെൽറ്റിൻ്റെ ഇഷ്യൂ ആണോ എന്നുള്ളത് സാറ് തന്നെയാണ് പറഞ്ഞൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു. സോ ബെൽറ്റിൻ്റെ ഇഷ്യൂ ആയിരുന്നു. നമ്മൾ അതുകൊണ്ട് തന്നെ ബെൽറ്റ് ഓർഡർ ചെയ്യാനായിട്ട് സാറിനെ കൊടുത്തു. സാറത് ഓർഡർ ചെയ്തു, സാധനമായിട്ട് വന്നതാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള CNC ലെയ്ത്ത്, CNC മില്ലിങ് ഇത് രണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സാറിനെ കോൺടാക്ട് ചെയ്താൽ മതി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ നമ്പർ കൊടുത്താണ്, ഇപ്രാവശ്യം കൊടുത്തേക്കാം. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടട്ടെ. അപ്പോൾ സാറിനെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമുക്കിപ്പോൾ ഈ മെഷീനിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ഒരു മോട്ടർ നമ്മൾ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യണം. അപ്പോൾ അത് ഈ മോട്ടർ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ഫിക്സർ റെയിലാണ്. അത് ആ പ്ലേറ്റും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഊരിയെടുക്കണം. അതായത് മോട്ടർ മാത്രമായിട്ട് ഊരാൻ, മോട്ടറും ആ ഒരു ഫുൾ പോർഷൻ നമ്മൾ ഊരാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് ഊരിപ്പോൾ വരില്ല. കാരണം അതിനകത്ത് കുറച്ച് പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് ലൊക്കേഷൻ കറക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ആ മോട്ടർ ആദ്യം നമ്മൾ ഊരിയെടുത്ത് അതിന് ശേഷം ആ പ്ലേറ്റും കൂടെ ഊരിയാലേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ബെൽറ്റ് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ആ പ്ലേറ്റ് നമ്മളൊന്ന് മുട്ടി പതുക്കെ ഊരിയെടുക്കണം. കാരണം അതിനകത്ത് സ്ക്രൂ പോലെ തന്നെ ഒരു പിന്ന് പല സ്ഥലങ്ങളിലായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ പതുക്കെ മുട്ടി ഒരേ രീതിയിൽ മുട്ടി വേണം ഊരിയെടുക്കാനായിട്ട്. സോ അത് ഊരിയെടുത്തതിന് ശേഷം മാത്രം ബെൽറ്റ് ഇട്ട് ആ പ്ലേറ്റ് കയറ്റി വെച്ച് പ്ലേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മോട്ടർ ഫിക്സ് ചെയ്യുക. മോട്ടർ ഫിക്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മോട്ടറിലേക്കുള്ള ബെൽറ്റ് നമ്മൾ ഇട്ട് വേണം ഫിക്സ് ചെയ്യാനായിട്ട്. ഇതാണ് നമ്മുടെ ബെൽറ്റ് വരുന്നത്, പുതിയ ബെൽറ്റാണിത്. സോ ഈ ബെൽറ്റ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിത് ഡ്രിവൺ പുള്ളിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിന് ശേഷമാണ് ഡ്രൈവർ പുള്ളിയിലേക്ക്, അതായത് മോട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത്, ഈ പ്ലേറ്റും കൂടെ വെച്ചതിന് ശേഷം കേട്ടോ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലേറ്റിൻ്റെ പുറകിൽ രണ്ട് പിന്ന് നിൽക്കുന്നത്. ഈ പിന്നാണ് അതിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൊക്കേഷൻ പിന്ന് നമ്മൾ കൃത്യമായിട്ട് ഇട്ടതിന് ശേഷം, ഇത് പിന്നിടുന്നതോടുകൂടെ പ്ലേറ്റ് കറക്റ്റ് ലൊക്കേഷനിലായിരിക്കും. പിന്നെ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അതിനുശേഷം ഈ പ്ലേറ്റിലേക്ക് നമ്മൾ മോട്ടർ സ്ക്രൂ ചെയ്ത് വെക്കുന്നു. ആ സ്ക്രൂ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ബെൽറ്റും ഇട്ട് വേണം ടൈറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ബെൽറ്റ് പിന്നെ ഇതിനകത്ത് ബെൽറ്റിന് ടൈറ്റ് ചെയ്യുന്നത് നമ്മുടെ മോട്ടർ താഴേക്ക് ജസ്റ്റ് ഡൗൺ ചെയ്യുമ്പോൾ ഒരു ടൈറ്റ് കിട്ടും. ആ ഒരു ടൈറ്റ് നിർത്തിക്കൊണ്ടാണ് നമ്മൾ മോട്ടർ ടൈറ്റ് ചെയ്യുന്നത് കേട്ടോ.
അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ ബെൽറ്റ് കാര്യങ്ങൾ ഇട്ടാൽ മാത്രം പോരാ. നമ്മൾ ഓൾറെഡി ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതിൽ ബെൽറ്റ് പൊട്ടിപ്പോയ സമയത്ത് നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ മൂവ്മെൻറ്റ് കിട്ടാതെ വരുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു, ഹാൻഡ് വീൽ ഉപയോഗിച്ചു. അപ്പോൾ അതിൻ്റെ ആ പൊസിഷൻ അവിടെ നിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ സാറ് അത് പറഞ്ഞത് ആ പൊസിഷൻ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യണമെന്നാണ്. പക്ഷേ പൊസിഷൻ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാനിപ്പം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് കമൻറ്റായിട്ട് ഇടുക, ഞാനത് കൃത്യമായിട്ട് ഒന്നും കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ നമ്മളുടെ ഇവിടെ എന്താണ് ഇവിടെ പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പുതുതായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം എന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഈ പറഞ്ഞ ടെക്നിക്കൽ സൈഡ് സപ്പോർട്ട് വേണമെങ്കിൽ സാറിനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.